ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു എക്സാമ്പിളും കൂടെ കാണിക്കാം. അരോമാറ്റിക് അമിനോ ആസിഡ്സ്. അരോമാറ്റിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ് ഈ സ്ലൈഡ് കാണിച്ചിരിക്കുന്നത്. ട്രിപ്റ്റോഫാൻ, ബെൻസീൻ റിംഗ് ഉള്ള അമിനോ ആസിഡ്സ്. ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, ഫിനൈൽ അലാനിൻ. ഇതിലെല്ലാം തന്നെ ബെൻസീൻ റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇത് മൂന്നും അരോമാറ്റിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് കണ്ടു, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് കണ്ടു, പിന്നെ അരോമാറ്റിക് അമിനോ ആസിഡ്സ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് അമിനോ ആസിഡ്സിലോട്ട് വരാം. അപ്പോൾ പ്രോപ്പർട്ടീസ് രണ്ട് തരം, ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. അപ്പോൾ ഈ അമിനോ ആസിഡുകളെല്ലാം തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. സോളിഡ്സ് ആണ്, ലിക്വിഡ്സ് അല്ല, സോളിഡ്സ് ആണ്. വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഡെൻസിറ്റി. മെൽറ്റ് ചെയ്യാൻ വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് ആവശ്യമായിട്ടുള്ള സോളിഡുകളാണ് ഈ അമിനോ ആസിഡുകളെല്ലാം തന്നെ. പിന്നെ ഹൈലി ഡെൻസും ആണ്. ഓൾ ആൽഫ അമിനോ ആസിഡ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. ആൽഫ അമിനോ ആസിഡുകളെല്ലാം തന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, എക്സെപ്റ്റ് ഗ്ലൈസിൻ. ഇനി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഈസ് ദാറ്റ് ദേ എക്സിസ്റ്റ് ആസ് സ്വിറ്റർ അയോൺസ്. അപ്പോൾ എന്താണ് ഈ സ്വിറ്റർ അയോൺ എന്ന് നമുക്ക് നോക്കാം. സ്വിറ്റർ അയോൺസ്. An amino acid has both a basic amine group and an acidic carboxylic acid group. അല്ലേ, ഇതാണ് നമ്മുടെ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ. അതിനകത്തൊരു ബേസിക് NH2 ഗ്രൂപ്പും ഉണ്ട്, അസിഡിക് COH ഗ്രൂപ്പും ഉണ്ട്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ there is an internal transfer of a hydrogen ion from the COH group to the NH2 group to leave an ion with both a negative charge and a positive charge. അപ്പോൾ അമിനോ ആസിഡിൽ NH2 ഗ്രൂപ്പ് ബേസ് എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ അക്സെപ്റ്റ് എ പ്രോട്ടോൺ. ആസിഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ഡൊണേറ്റ് എ പ്രോട്ടോൺ. അപ്പം ആസിഡ് ഒരു H കൊടുത്താൽ അത് ആരെടുക്കും? NH2 ഗ്രൂപ്പ്, ബേസിക് ആയിട്ടുള്ള NH2 ഗ്രൂപ്പ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്റേണൽ ട്രാൻസ്ഫർ ഓഫ് പ്രോട്ടോൺ ടേക്സ് പ്ലേസ് ആൻഡ് ദ അമിനോ ആസിഡ് എക്സിസ്റ്റ് ആസ് NH3 പ്ലസ് CO മൈനസ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മോളിക്യൂൾ, ഒരേ മോളിക്യൂളിൽ പ്ലസ് ചാർജും മൈനസ് ചാർജും വരികയാണ് ബൈ ഇന്റേണൽ ട്രാൻസ്ഫർ ഓഫ് പ്രോട്ടോൺ. അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെയാണ് സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. അതിന് വേറൊരു പേര് ഡൈപോളാർ അയോൺ അല്ലെങ്കിൽ ഇന്റേണൽ സോൾട്ട് എന്നാണ്. ഓക്കെ, സിൻസ് an amino acid contains both basic group and acidic group, there occurs an internal transfer of hydrogen ion from the acidic carboxylic group to the basic amino group, thereby leaving the carboxyl group with a negative charge and NH2 group and the amino group with a positive charge. Such an ion is called a switcher ion or dipolar ion or internal salt. The switcher ion ന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? These ions are held together by strong electrostatic forces of attraction. ഇതിന്റെ തൊട്ടടുത്ത് വേറൊരു സ്വിറ്റർ അയോൺ വന്നു കഴിഞ്ഞാൽ, ഇതിന്റെ തൊട്ടടുത്ത് വേറൊരു സ്വിറ്റർ അയോൺ വരുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത മോളിക്യൂളിലെ NH3 പ്ലസും ഈ മോളിക്യൂളിലെ CO മൈനസും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദീസ് സ്വിറ്റർ അയോൺസ് ആർ ഹെൽഡ് ക്ലോസ് ടുഗെദർ. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മുടെ അമിനോ ആസിഡുകൾക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റും ഡൈപോൾ മൊമെന്റും സോലിബിലിറ്റിയും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിറ്റർ അയോൺ നേച്ചർ ഓഫ് അമിനോ ആസിഡ്. ഈ സ്വിറ്റർ അയോൺ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു പോയിന്റും കൂടെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഐസോ ഇലക്ട്രിക് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഐസോ ഇലക്ട്രിക് പോയിന്റിന്റെ ഡെഫിനേഷൻ ആദ്യം നമുക്ക് കണ്ടിട്ട് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. Isoelectric point is the pH at which an amino acid doesn't migrate in an electric field. Okay, it is the point at which the concentration of switcher ion is maximum. It is a characteristic property of an amino acid, and for glycine isoelectric point is at pH 6, and for phenylalanine isoelectric point is at pH 5.5. ഇനി നമുക്ക് ഈ ഐസോഇലക്ട്രിക് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം
നമ്മുടെ അമിനോ ആസിഡ് NH3+ CO- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? ഇന്റേണൽ ട്രാൻസ്ഫർ നടക്കുന്നത്, സ്വിച്ച് അയോണുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ ഒരു ആസിഡ് ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് CO- IH+നെ ടേക്കപ്പ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? NH3+ CXH, ഇവിടെ COH. അപ്പൊ അത് സ്വിച്ച് അയോൺ ആണോ? അല്ല, ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഒരു അയോൺ ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ എന്ത് പറ്റും? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് വെക്കുന്നതിനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്നതെന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. കോൺവേഴ്സ്ലി നമ്മൾ ഇതിനകത്തോട്ട് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിത് ഒരു ബേസിക് മീഡിയത്തിലാണ് വെക്കുന്നതെന്ന് വിചാരിക്കാം. ബേസിക് മീഡിയത്തിലാണ് വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ OH ഗ്രൂപ്പ് നമ്മുടെ NH3+ലുള്ള ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പം മോളിക്യൂൾ എന്തായിട്ട് മാറും? NH2 CXH COO-. Now the molecule has a negative charge. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് വെച്ച് എന്ത് പറ്റും? ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ഫീൽഡ് അല്ലെ, പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഇത് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ സ്വിച്ച് അയോൺ, അമിനോ ആസിഡ് എന്ന് പറയുന്നത് സ്വിച്ച് അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അത് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ, വെള്ളം ആംഫോട്ടറിക് ആണ് എന്ന് വെച്ചാൽ H+നെയും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, OH- ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സ്വിച്ച് അയോൺ കുറച്ച് മോളിക്യൂൾസ് H+നെ എടുക്കുകയും കുറച്ച് മോളിക്യൂൾസ് OH- എടുക്കുകയും ചെയ്യും. സോ ദാറ്റ് ഇറ്റ് എക്സിസ്റ്റസ് CO-, ചില മോളിക്യൂൾസ് CO- ആയിട്ട് നെഗറ്റീവ് ചാർജ് ആയിട്ടും ചില മോളിക്യൂൾസ് NH3+ ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡിൽ മൈഗ്രേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇനി ഇങ്ങനെയാണ് ഇത് നോർമൽ അമിനോ ആസിഡിന്റെ കേസ്. ഈ അമിനോ ആസിഡ് ഇലക്ട്രിക് ഫീൽഡിൽ മൈഗ്രേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അതിനകത്തോട്ട് ഇതിൽ ഏത് അയോൺ ആണ് കൂടുതൽ ഇരിക്കുന്നത്? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് അയോൺ ആണോ പോസിറ്റീവ് അയോൺ ആണോ കൂടുതൽ ഉണ്ടാവുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ് ഗ്രൂപ്പ്. ഇതിനകത്തുള്ള ഈ എക്സ് ഗ്രൂപ്പ് എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അടുത്ത ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ എക്സ് ഗ്രൂപ്പിനെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഈ മൈഗ്രേഷൻ ഒഴിവാക്കി ഈ അമിനോ ആസിഡ് സ്വിച്ച് അയോണായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ pH, ആ സൊല്യൂഷന്റെ pH എന്താക്കി മാറ്റണം? ആ സംഭവമാണ് ഐസോഇലക്ട്രിക് പോയിന്റ്. ഗ്ലൈസീൻ ഐസോഇലക്ട്രിക് പോയിന്റ് ഈസ് pH 6 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഗ്ലൈസീനിലോട്ട് നമ്മൾ ആസിഡ് ഒഴിച്ച് അതിന്റെ pH 6 ആക്കി മാറ്റിയാൽ ഇറ്റ് വിൽ നോട്ട് മൈഗ്രേറ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഗ്ലൈസീൻ മുഴുവനും സ്വിച്ച് അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഫിനൈൽ അലാനിനിലോട്ട് ആസിഡ് ആഡ് ചെയ്ത് അതിന്റെ pH 5.5 ആക്കിയാലേ ഫിനൈൽ അലാനിൻ മോളിക്യൂൾസ് എല്ലാം തന്നെ സ്വിച്ച് അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് ഐസോഇലക്ട്രിക് പോയിന്റ് എന്ന് പറഞ്ഞത്. ഈ ഐസോഇലക്ട്രിക് പോയിന്റിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പല അമിനോ ആസിഡുകളെയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, സ്വിച്ച് അയോൺ ആയിട്ട് ഇരിക്കുമ്പോഴാണ് അത് പ്രസിപ്പിറ്റേറ്റഡ് ആകുന്നത്. അപ്പൊ ഐസോഇലക്ട്രിക് പോയിന്റിൽ അമിനോ ആസിഡുകൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാനുള്ളത്. മെയിൻ ഫിസിക്കൽ പ്രോപ്പർട്ടി ഈസ് ദാറ്റ് അമിനോ ആസിഡ്സ് ക്യാൻ എക്സിസ്റ്റ് ആസ് സ്വിച്ച് അയോൺസ് ബൈ ഇന്റേണൽ ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രജൻ അയോൺ. അതുകൊണ്ട് തന്നെയാണ് they exist as solids, they have high melting point and density. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, they are all alpha amino acids are optically active except glycine. Glycine simplest amino acid, അതിനകത്ത് chiral center ഇല്ല. ബാക്കിയുള്ള എല്ലാ അമിനോ ആസിഡുകളും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.